വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ ഷോർട്ട് റെസിപ്പി ഗാർലിക് ഷ്രിംപ് വിത്ത് കോക്കനട്ട് സോസ്. ഷ്രിംപും ചെയ്യുന്നുണ്ട് ഞാൻ, അത് തന്നെ ചിക്കനിലും ചെയ്യുന്നുണ്ട്. രണ്ടിൻ്റെ പ്രസന്റേഷനും. മെയിൻ ഗുണം കോണ്ടിനെന്റൽ ഇഷ്ടമാവുന്നവർക്കും ഇഷ്ടാവും, നാടൻ ഡിഷസ് ഇഷ്ടമാവുന്നവർക്കും ഇഷ്ടാവും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, രണ്ട് രീതിയിൽ പ്രസന്റ് ചെയ്യാം. ചെറിയ ചെറിയ ഡിഫറൻസ് വരുത്തിയാൽ ഏത് ഡിഷിൻ്റെ കൂടെയും പെയർ ചെയ്യാം. ഞാനൊരു 250 grams പ്രോൺസിൻ്റെയും ചിക്കൻ്റെയും മെഷർമെൻറ്റാണ് പറയാൻ പോണേ. അപ്പോൾ ആദ്യം തന്നെ ഫ്രോസൺ പ്രോൺസ് ആണെങ്കിൽ നന്നായിട്ട് ഐസ് കളയാം, എന്നിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ട് പാഡ് ഡ്രൈ ചെയ്യുക. അതാണ് മെയിൻ തിങ്. ഇത് ഇങ്ങനെ പാഡ് ഡ്രൈ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഡിഷ് ഭയങ്കര വാട്ടർ ആയി പോകും. ഇതുപോലെ തന്നെ ചിക്കനും നന്നായിട്ട് പാഡ് ഡ്രൈ ചെയ്യാം. ഇനി പാഡ് ഡ്രൈ ചെയ്ത പ്രോൺസിലോട്ടും ചിക്കനിലോട്ടും ഉപ്പ് ആവശ്യത്തിന് ഇടാം, പെപ്പർ ആവശ്യത്തിന് ഇടാം. രണ്ടും ഓരോ പിഞ്ച് വീതം ആഡ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. 20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി പാനിൽ ബട്ടർ ആഡ് ചെയ്യുക, 1 ടേബിൾ സ്പൂൺ. ആൻഡ് ബട്ടറിൻ്റെ ഒപ്പം തന്നെ സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്യുക. അത്രയും തന്നെ. പാൻ നന്നായിട്ട് ചൂടായിട്ട് മാരിനേറ്റ് ചെയ്ത പ്രോൺസ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യുക. ആൻഡ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പ്രോൺസ് ഭയങ്കര ഹാർഡായി പോകും. മെയിനായിട്ട് ബട്ടർ ഗാർലിക് ഒക്കെ ചെയ്യുന്ന പോലെ ഹൈ ഫ്ലെയിമിലിട്ട് പ്രോൺസ് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഏത് സൈസ് പ്രോൺസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ ചിക്കനും ഇതുപോലെ തന്നെ സ്റ്റർ ചെയ്യാം. ഇതേ സെയിം തന്നെ ചിക്കനും 2 മിനിറ്റ്സ് കൊണ്ട് തന്നെ കുക്കാവും. കാരണം ഞാൻ ബോൺലെസ് തൈ പീസ് എടുത്തേക്കണേ. ഇതേ പ്രോൺസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചിക്കനും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനിയാണ് സോസ് ഉണ്ടാക്കാൻ പോണേ. ഇനി മെയിനായിട്ട് വേണ്ടത് കോക്കനട്ട് ക്രീം വേണം. അത് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ കാര എന്ന് പറഞ്ഞ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ബ്രാൻഡ് മതി. ഇനി സെയിം പാനിലോട്ട് തന്നെ ബട്ടർ ആഡ് ചെയ്യുക, കുറച്ച് സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെക്കണം എപ്പോഴും. ആൻഡ് ഗാർലിക് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ചുമന്ന മുളക് ഉണ്ടല്ലോ, നമ്മുടെ പച്ചമുളക് ചുമക്കണത്, അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും 2 നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഇപ്പുറത്തെ സൈഡിൽ ചിക്കൻ്റെ സോസും റെഡി ആവേണ്ടിട്ടാണ്. ഈ സെയിം തന്നെയാണ് സോസ്. ചെറിയൊരു ഗാർണിഷിംഗിൽ വ്യത്യാസം വരുത്തണുള്ളൂ. ഇത് ഗാർലിക് ഒരുപാട് ബ്രൗൺ ആവണ്ട, ഇതുപോലെ ആയാൽ മതി. 1/2 കപ്പ് കോക്കനട്ട് ക്രീം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആഡ് ചെയ്യുക. ആൻഡ് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇത് കുറച്ച് സ്വീറ്റ് ആണ്, അപ്പോൾ ഒരു പിഞ്ച് ഷുഗർ ആഡ് ചെയ്യണം. 3 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്ത് തീരും കേട്ടോ. അതുപോലെ തന്നെ സോയാ സോസ് ഒരു 2 ഡ്രോപ്പ്, ലൈറ്റ് ആയാലും യൂസ് ചെയ്യാം, ഡാർക്ക് ആയാലും യൂസ് ചെയ്യാം. മിക്സ് ചെയ്യുക. പിന്നെ ഫിഷ് സോസ്, അത് ഒരു ഡ്രോപ്പ്. ഫിഷ് സോസ് ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണം വരും, അപ്പോൾ ഒരു ഡ്രോപ്പ് ഇട്ടാൽ മതി. രണ്ടിനുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ചെറിയ വ്യത്യാസം രണ്ടിലും ഞാൻ വരുത്താൻ പോണേ. അതങ്ങനെ നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ പ്രോൺസ് ചെയ്യണത് ബേസിൽ ലീവ്സ് ആഡ് ചെയ്യണേ. ഇത് കണ്ടോ, ബേസിൽ ലീവ്സ് നമുക്ക് എപ്പോഴും വാങ്ങിക്കാൻ എല്ലാ സ്ഥലത്തും കിട്ടുമെന്ന് അറിയില്ല. അത് കാരണം ഞാൻ ഇതിന് ചെറിയൊരു വേരിയേഷൻ ഇപ്പോൾ കാണിക്കാം കേട്ടോ. പ്രോൺസിൻ്റെ ഇതിൽ ഞാൻ ബേസിൽ ലീവ്സ് ആഡ് ചെയ്തേ. എന്നിട്ട് സോസ് നന്നായിട്ടൊന്ന് തിക്കാക്കുക, ചെറുതായിട്ടൊന്ന് തിക്കാക്കുക. ഇതാണ് കൺസിസ്റ്റൻസി. ഇനി ഇതിൻ്റെ ചെറിയ വേരിയേഷൻ എന്ന് പറഞ്ഞത് മല്ലിയില. ഇതിൽ മല്ലിയില ആയാലും ആഡ് ചെയ്താൽ മതി. ചിക്കന് ഞാൻ മല്ലിയില ആഡ് ചെയ്യണം. ഇനി ഞാൻ ടേസ്റ്റ് ലാസ്റ്റ് പറയട്ടെ രണ്ടിൻ്റെയും. ഇനി ജസ്റ്റ് ടേസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഷുഗറൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് വന്നാന്നൊന്ന് ടെസ്റ്റ് ചെയ്യുക. എരിവ് വേണമെങ്കിൽ എരിവ്, ഇപ്പം നമ്മൾ മുളക് ആഡ് ചെയ്തില്ലേ, അതുപോലെ വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം കുറച്ച്. ഞാൻ ഇത്തിരി ചതച്ച മുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി ഇന്ത്യനൈസ്ഡ് ഒരു ടേസ്റ്റ് വരും. ആ സമയത്ത് കോണ്ടിനെൻ്റൽ ടേസ്റ്റും തോന്നും. എരിവിൻ്റെ കാര്യമായതുകൊണ്ടാണ് പറഞ്ഞത്. കൂടുതൽ എരിവാക്കണമെങ്കിൽ ഇങ്ങനെ എരിവാക്കാം. ചതച്ച മുളക് ആഡ് ചെയ്ത്. ഇനി നമ്മുടെ പ്രോൺസ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തില്ലേ, അത് ആഡ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിക്കനാക്കി എടുക്കാം. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത ചിക്കനും ആഡ് ചെയ്യാം. ആൻഡ് നന്നായിട്ട് ഈ സോസായിട്ട് മിക്സ് ചെയ്യിക്കാം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി പ്രസൻറ്റേഷൻ. ഇനി 2 ഡിഷ് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാം. ഇത് ഫാബിൻ്റെയിലെ പാത്രമാണ്. ഇത് KS ബാവ ബ്രോഡ്വേ എന്നാണ് മേടിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ പാത്രവും വാങ്ങിക്കാം. ചിക്കൻ ഞാൻ ബസ്മതി റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യണേ. ഇത്തിരി കൂടി ഫില്ലിംഗ് ആയിരിക്കും. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടറായിട്ടും സെർവ് ചെയ്യാം. ഞാനിതിപ്പോൾ കുറച്ചൊരു റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. പിള്ളേർക്ക് മാത്രമല്ല, ആർക്കാണെങ്കിലും ഇഷ്ടമാവും. പിന്നെ നമുക്ക് സോട്ടേഡ് വെജിറ്റബിൾസ് ആണെങ്കിലും ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ വെറുതെ ചെറി ടൊമാറ്റോസിൽ ഒലിവ് ഓയിലും ബേസിൽ ലീവ്സും പെപ്പറും ഉപ്പും മാത്രം ഇട്ടൊന്ന് ഡ്രിസിൽ ചെയ്തു. ബ്രെഡ് ഉണ്ടെങ്കിൽ ഗാർലിക് ബ്രെഡ് പോലെ ചെയ്യാം. വെയിറ്റ്, ഒരു ഇതും കൂടി ഉണ്ട്. നമുക്ക് പെർഫെക്ഷനിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ബേസിൽ ലീവ്സ് ആയാലും പാസ്ലി ആയാലും ഇങ്ങനെ വെക്കാം. നെക്സ്റ്റ് പ്രോൺസ് നമുക്ക് സ്പെഗറ്റിയിൽ പ്രസൻറ്റ് ചെയ്യാം. അതെനിക്ക് വലിയ ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഇങ്ങനെ റോൾ ചെയ്തെടുക്കണില്ലേ, ഇതിപ്പോൾ കട്ട് ചെയ്ത് വെച്ച സ്പെഗറ്റി ആയിപ്പോയി. അതാണ് ഇങ്ങനെ പോകുന്നത്. കട്ട് ചെയ്യാതെ സ്പെഗറ്റി കുക്ക് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമുക്ക് റോളായിട്ട് വെക്കാൻ പറ്റും. ആൻഡ് പ്രോൺസ് ഇതുപോലെ തന്നെ മേലെയും വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സൈഡിൽ. പ്രോൺസും എക്സലൻറ്റ് സ്റ്റാർട്ടർ ആട്ടാ. വിത്തിൻ 2 മിനിറ്റ്സ് കുക്കിംഗ് തീരും. യെസ്, 2 ഡിഷും കഴിഞ്ഞു. ഇതിപ്പോൾ രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് ചെയ്യാൻ കാരണം ചിലർ പ്രോൺസ് കഴിക്കില്ലല്ലോ, അവർക്ക് ചിക്കൻ നല്ല ഓപ്ഷനാണ്. ഈവൻ മഷ്റൂമും ഈ സെയിം രീതിയിൽ ചെയ്യാം, പനീറും ഈ സെയിം രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇനി ഇതിലും കൂടുതൽ ഓപ്ഷൻ ആവശ്യമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ സ്പെഗറ്റിയുടെ കൂടെ സെർവ് ചെയ്യണമെന്നില്ല കേട്ടോ. ഇത് മാത്രമായിട്ട് സ്റ്റാർട്ടർ പോലെ സെർവ് ചെയ്താലും മതി. എങ്ങനെ വേണമെങ്കിലും പിന്നെ ഈ റെസിപ്പിയിൽ ചേഞ്ചസ് വരുത്താം. ഞാൻ പറഞ്ഞില്ലേ, മല്ലിയില ഇട്ടു, ബേസിൽ ഇട്ടു, പകരം ഒന്നാമത്തെ ഈ ഗ്രേവി ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെയും പെയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് ഞാനിപ്പോൾ നേരത്തെ എടുത്തില്ലേ, അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി റിപ്പീറ്റ് ചെയ്തെടുക്കാം. ചിലവർക്ക് ചിലപ്പോൾ ഗ്രേവി, ഒന്നാമത്തെ ഈ ഗ്രേവി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കാരണം ഗ്രേവി കൂടുതൽ ഇഷ്ടമായിരിക്കും.
ഗ്രേവി കൂടുതൽ ഉള്ളത് ഒരു രക്ഷയില്ലാട്ടാ. അപ്പോൾ അത് തന്നെ ഡബിൾ ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾ എടുത്തു, ഗ്രേവി വേണമെങ്കിൽ. സ്റ്റാർട്ടറായിട്ടാണെങ്കിൽ ഇതുപോലത്തെ ഗ്രേവി മതി. റൈസിൻ്റെ കൂടെ പൊളിയാണ്. എനിക്ക് ആ സ്പെഗറ്റീനേക്കാളും കൂടുതൽ റൈസിൻ്റെ കൂടെ ഇഷ്ടമായത്. ഇതിപ്പോൾ നിങ്ങൾ മെയിൻ ഡിഷിൻ്റെ കൂടെ പെയർ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അധികം സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പെയർ ചെയ്താൽ പെട്ടെന്ന് വയറ് നിറയും. സോട്ടേഡ് വെജീസും കൂടി വെച്ചാൽ പൊളിയാട്ടാ. ഈ റെസിപ്പി പെട്ടെന്ന് ഇടാൻ കാരണം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുമാതിരി ആദ്യം തുടങ്ങിയിടയ്ക്ക് ഇട്ട റെസിപ്പിയാണ്. കുറേ പേര് എന്നോട് പറഞ്ഞു അതൊന്ന് യൂട്യൂബിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടാനായിട്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട്. അതാ അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഷ്രിംപ് ഇൻ കോക്കനട്ട് സോസ് ആൻഡ് ഓർ ചിക്കൻ ഇൻ കോക്കനട്ട് സോസ്, അങ്ങനെയായിരിക്കും. പിന്നെ ഇത് ഫിഷിലും ഉണ്ടാക്കാം. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. നന്നായി.